നമസ്കാരം, തസ്ലീന ഹിയർ. നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യത്തിലേക്ക് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് അത് ഒരിക്കലും വിഡ്രോ ചെയ്യുകയോ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളുകളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ ക്വിറ്റ് ചെയ്ത് പോവാറില്ല. മാക്സിമം അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നൊക്കെ. തീർച്ചയായിട്ടും ആ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്ത് പോവാന്ന് വിചാരിക്കുക. ആ പോകുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ അറിയാം, വഴി അറിയാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ റോഡ് വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ്, പ്ലീസ് ടേക്ക് ഡൈവേർഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയാണ് എനിക്ക് ആ റൂട്ടിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. നമ്മൾ എന്തായാലും ഡൈവേർഷനിൽ പോയാൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഗിവിംഗ് അപ്പും വൈസ് ക്വിറ്റിങ്ങും രണ്ടാണ്. ഗിവിംഗ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മടിച്ചിട്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ നമ്മൾ നിർത്തുന്നതിന് നമുക്ക് ഗിവിംഗ് അപ്പ് എന്ന് പറയാം. അതേ സ്ഥാനത്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടും നമുക്കൊരു റിസൾട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എടുക്കുന്ന വൈസ് ആയിട്ടുള്ള ഡിസിഷനാണ് വൈസ് ക്വിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നു ആൻഡ് ആൾക്ക് അതൊരു മടി കാരണം കൊണ്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവിംഗ് അപ്പ്. അതേ സ്ഥാനത്ത് ആഫ്റ്റർ ഒരു 1 മന്ത് കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം, ഒരു മാസത്തിന് ശേഷം അയാൾക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ തനിക്ക് സ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ അതിൽ താൻ ഒട്ടും സ്കിൽഡ് അല്ല, അതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ചില്ലെങ്കിൽ എനിക്കത് ഭാവിയിൽ പ്രശ്നമാവും എന്ന് മനസ്സിലാക്കി നമ്മൾ ക്വിറ്റ് ചെയ്യുന്നതിനെയാണ് വൈസ് ക്വിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ചില സമയങ്ങളിലൊക്കെ പാരന്റ്സിന്റെ കമ്പൽഷൻ മൂലം മാത്രം ചില കോഴ്സസ് എടുക്കുന്ന കുട്ടികൾ 1-2 മാസം കൊണ്ട് അവരെ കൊണ്ട് അത് ഒട്ടും സ്യൂട്ടബിൾ ആവില്ല എന്ന് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വൈസ് ക്വിറ്റിംഗ് ആണ് എപ്പോഴും നല്ലത്. അത് നമ്മളൊരു തീരുമാനം എടുത്തു മുന്നോട്ട് പോയി കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് നമുക്ക് സ്യൂട്ടബിൾ അല്ല, നമ്മൾ നമ്മളുടെ മാക്സിമം ട്രൈ ചെയ്തു, എന്നിട്ട് നമുക്കൊരു ബെനിഫിറ്റോ റിസൾട്ടോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈസ് ക്വിറ്റിംഗ് എന്ന് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇൻ കൺക്ലൂഷൻ, വൈസ് ക്വിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫെയിലറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അത് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു ഏരിയ നമ്മൾ കുറെ കാലം പിന്തുടർന്ന് നമ്മുടെ എനർജിയും നമ്മുടെ ക്യാഷും നമ്മുടെ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്ത് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ എല്ലാം നല്ലത് വൈസ് ക്വിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ്. താങ്ക് യു.